എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ആൾക്കാർ എങ്ങനെയാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക, അല്ലെ വേറെ ജീവിതത്തിൽ ആൾക്കാർ വലിയ ലെവലിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ ലെവലിലേക്ക് വളർന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ സക്സസ് സ്റ്റോറികൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരുടെ എന്തുമാത്രം സ്റ്റോറികൾ ഉണ്ട്. അവരൊക്കെ കടന്നുപോയ വഴികൾ സെയിമാണ്. ഇഷ്ടം പോലെ റിജക്ഷനും ഇഷ്ടം പോലെ നോയും കേട്ട് മാത്രമേ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വളരാൻ പറ്റുള്ളൂ. ആൾക്കാർ കളിയാക്കി എന്നിരിക്കും, നിരാശ ചില ദിവസം ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാവാം. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള റിയൽ സക്സസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുന്നവർക്കുള്ളതാണ്. അല്ലാതെ സ്ട്രെസ്ഫുള്ളായിട്ട് കഷ്ടപ്പാട്ട് ദാരിദ്ര്യം പറഞ്ഞ് പട്ടിണിയും പറഞ്ഞ് നിരാശയിൽ സംസാരിച്ചാൽ നിരാശ സംസാരമൊന്നും അതൊരു പ്രസക്തിയില്ല. ജീവിതത്തിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ എവിടെയും ചാമ്പ്യൻസിന് മാത്രമേ രക്ഷയുള്ളൂ. അപ്പം ചാമ്പ്യന്മാർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ, പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഒരു സ്ഥലത്തും പെർഫോമേഴ്സിന് മാത്രമേ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൂ. പ്രകൃതിയുടെ നിയമമാണ്. ഇപ്പം കാട്ടിലൊക്കെ ആണെങ്കിലും പെർഫോമൻസിന് മാത്രമേ അവസരങ്ങളുള്ളൂ, അല്ലാത്തവർക്കൊന്നും അവസരങ്ങളില്ല. എവിടെയാണെങ്കിലും അതെ, മൃഗങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സ്റ്റോറി പറയാം. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ ID ഫ്രഷ് എന്ന് പറഞ്ഞൊരു ദോശമാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വയനാട്ടുകാർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ അറിയായിരിക്കും. ID ഫ്രഷ് എന്ന് പറഞ്ഞൊരു ദോശമാവിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. അവർ ഇന്ന് 1000 കോടിയാണ് ടേൺ ഓവർ. ID ഫ്രഷിൻ്റെ ഉടമസ്ഥൻ മുസ്തഫ 6ാം ക്ലാസ് തോറ്റയാളാണ്. അച്ഛൻ മരപ്പണിക്കാരനായിരുന്നു, വയനാട്ടുകാരനാണ്. അത് കഴിഞ്ഞ് 6ാം ക്ലാസ് തോറ്റ മുസ്തഫ പക്ഷേ ഭയങ്കര സ്വപ്നം ഉണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂർ IIMൽ MBA ഒക്കെ എടുത്തു. അതിനുശേഷം അങ്ങനെ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ബാംഗ്ലൂർ പുള്ളി നിൽക്കുമ്പോൾ ഒരു കടയിൽ ദോശമാവ് വിൽക്കുന്നത് കണ്ട് പുള്ളി ആദ്യം കാണുന്നത് അങ്ങനെ മാവ് പാക്കറ്റായിട്ട് മേടിക്കുന്നത്. പുള്ളി ചിന്തിച്ചു ഇത് കൊള്ളാമല്ലോ, ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അന്ന് ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഈ പ്ലാസ്റ്റിക് കൂട്ടിനകത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതി അന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആരും മാവൊന്നും മേടിച്ച് ദോശ ഉണ്ടാക്കുന്നൊരു ഇതൊന്നും തുടങ്ങിയിരുന്നില്ല. പുള്ളി ഇത് ബ്രാൻഡ് ചെയ്താലോ, നമുക്ക് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, നമുക്ക് അതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ കാര്യം ദാരിദ്ര്യവും പട്ടിണിയും പറച്ചിലും മാറ്റിയാൽ മാത്രമേ അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റൂ. എല്ലായിടത്തും അവസരമുണ്ട്. ഇനി എന്തുമാത്രം അവസരങ്ങൾ ഈ നാട്ടിൽ, എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാതെ കിടപ്പുണ്ട്. ആൾക്കാരുടെ ലൈഫ് ഈസിയാക്കാൻ പറ്റുന്ന എന്ത് ഓപ്പർച്യൂണിറ്റിയും ഗ്രോ ചെയ്യും. ആൾക്കാരുടെ നിലവിലുള്ളൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കൊണ്ടുവരുന്നവരാണ് വലിയ ലെവൽ. നമ്മൾ സാധാരണ കച്ചവടക്കാരെക്കുറിച്ച് ഇത് മാത്രമേ നമ്മൾ സാധാരണ ആൾക്കാർ ഇങ്ങനെയുള്ളൊരു സ്റ്റോറികളും ഇങ്ങനെയുള്ളൊരു കഥകളാണ് അറിയാവുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെ അല്ലാതെ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ അടുത്തിടപെട്ടിട്ടുമില്ല, അവരുടെ സ്റ്റോറി അറിയാമല്ലാത്തതാണ് കുഴപ്പം. നമ്മൾ അപ്പുറത്തെ പലചരക്കടക്കാരനെ ഇപ്പോഴത്തെ ബേക്കറിക്കാരനെ ഈ ലെവലിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾക്ക് അറിയാവുള്ളൂ. അതായത് മാർക്കറ്റിലൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ അവർക്കൊരു കാറ് പോലും ഇല്ലാത്തവർ, മാർക്കറ്റിലൊരു പ്രശ്നമുണ്ട്, ഒരു ടാക്സി വിളിച്ചാൽ കിട്ടാനില്ല, അവർ കൂടുതൽ പൈസ ചോദിക്കുന്നു. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ അവരുണ്ടാക്കി. സ്വന്തമായിട്ടൊരു കാറ് പോലും ഇല്ലാത്തവർ ലോകത്തെ ഏറ്റവും വലിയ ഫ്ലീറ്റ് ഓണേഴ്സായി. ഒരു കാറ് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. പണ്ടത്തെ കാലത്ത് എന്ത് പ്രശ്നം, ഞാനൊരു 30 വർഷം മുമ്പ് ബാംഗ്ലൂർ യാത്ര ചെയ്തതിനേക്കാളും റേറ്റ് കുറഞ്ഞാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോയിട്ട് യാത്ര ചെയ്തത്. ഇപ്പോൾ 75 രൂപയ്ക്കൊക്കെ കാറിൽ AC കാർ എന്ന് ആലോചിച്ച് നോക്കി. 75 രൂപയ്ക്ക് ഞാൻ അന്ന് 30 കൊല്ലം മുമ്പ് 250 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ പോയ സ്ഥലത്ത് 75 രൂപയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാറിൽ AC കാർ യാത്ര ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഉബർ പോലത്തെ സാധനങ്ങൾ വന്നുകൊണ്ടാണ്. പണ്ട് ഇവർ ബാർഗെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് പൈസ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവരൊരു സൊല്യൂഷനായിട്ട് വന്നു. ഓക്കെ, നിങ്ങൾ ഇനി മുതൽ ബാർഗെയിൻ ചെയ്യേണ്ട, കൃത്യമായിട്ട് റേറ്റ് കിട്ടും, വണ്ടി നമ്പർ കിട്ടും, കൃത്യമായിട്ടുള്ള ഇത് കിട്ടും, അതിന് പൈസ കൊടുത്താൽ മതി. ഈ ഒരു സൊല്യൂഷൻ ആൾക്കാർ കൊണ്ടുവന്നപ്പോൾ അവർ വിജയിച്ചു. നമ്മൾ മനസ്സിലാക്കുക, വലിയ എംപയറുകൾ ചുമ്മാ ഉണ്ടാകത്തില്ല.